ഹരിപ്പാട് സ്വകാര്യ സ്ഥാപനത്തിൽ അതിക്രമിച്ചു കയറി മുളകുപൊടി വിതറി 28 ലക്ഷം കവർന്നു. സ്വകാര്യ പണമിടപാട് സ്ഥാപനത്തിൽ വെച്ചിരിക്കുന്ന സ്വർണമെടുക്കാൻ എന്ന വ്യാജേന വിളിച്ചു വരുത്തി കണ്ണിൽ മുളകുപൊടി വിതറി 28 ലക്ഷം രൂപയും സ്വർണവും കവർന്ന കേസിൽ 3 പേരെ പോലീസ് 10 മിനിറ്റിനുള്ളിൽ പിടികൂടി. മീനച്ചൽ കിടങ്ങൂർ തട്ടേമാട്ടിൽ വീട്ടിൽ ശ്രീജിത്ത് ബെന്നി, കഞ്ഞിക്കുഴി SL പുരം തിരുവാതിര വീട്ടിൽ അരവിന്ദ്, കോട്ടയം കടപ്പൂർ വട്ടുകുളം എർത്തിയിൽ വീട്ടിൽ അനീഷ് ജെയിംസ് എന്നിവരെയാണ് തൃക്കുന്നപ്പുഴ പോലീസ് അറസ്റ്റ് ചെയ്തത്. പ്രതികളിൽ നിന്നും 28,23,800 രൂപയും 22 ഗ്രാം സ്വർണവും കണ്ടെടുത്തു. പതിനാലുകാരനെതിരെ പ്രകൃതിവിരുദ്ധ പീഡനം. പോക്സോ കേസിൽ പ്രതിയായ മുസ്ലിം ലീഗ് നേതാവ് ഒളിവിൽ. തലശ്ശേരിയിൽ ദർസ് വിദ്യാർത്ഥിയായ 14-കാരനെ പ്രകൃതിവിരുദ്ധ പീഡനത്തിനിടയാക്കിയെന്ന പരാതിയിൽ പ്രമുഖ മുസ്ലിം ലീഗ് നേതാവിനെതിരെ പോക്സോ കേസെടുത്തു. മുസ്ലിം ലീഗ് ജില്ലാ നേതാവും സുന്നി മഹല്ല് ഫെഡറേഷൻ സംസ്ഥാന നേതാവും ജില്ലാ കോർഡിനേറ്ററുമായ അഹമ്മദ് തെർലായിക്കെതിരെയാണ് തലശ്ശേരി ടൗൺ പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തത്. തലശ്ശേരി മേഖലയിലെ ഒരു ദർസയിലെ അധ്യാപകൻ കൂടിയാണ് പ്രതിയായ അഹമ്മദ് തെർലായി. ദർസിൽ വെച്ച് 14-കാരനായ ആൺകുട്ടിയെ ഇയാൾ ക്രൂരമായി പ്രകൃതിവിരുദ്ധ പീഡനത്തിനിരയാക്കിയെന്നാണ് പരാതി വ്യക്തമാക്കുന്നത്. ജില്ലാ ചൈൽഡ് പ്രൊട്ടക്ഷൻ ഓഫീസിൽ നിന്ന് ലഭിച്ച ഔദ്യോഗിക വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ കഴിഞ്ഞ ജൂൺ 16-നാണ് പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തത്. പോലീസ് കേസെടുത്ത വിവരം അറിഞ്ഞതോടെ അഹമ്മദ് തെർലായി ഒളിവിൽ പോവുകയായിരുന്നു. സംഭവത്തിൽ പ്രതിക്കായി അന്വേഷണം ഊർജിതമാക്കിയിട്ടുണ്ട്. VM സുധീരനെ പരോക്ഷമായി വിമർശിച്ച് കെ ബാബു. മുതിർന്ന കോൺഗ്രസ് നേതാവ് VM സുധീരനെതിരെ പരോക്ഷ വിമർശനവുമായി മുൻ എക്സൈസ് മന്ത്രി കെ ബാബു. UDF-ൽ മദ്യനയം സുഗമമായി നടപ്പാക്കാൻ കഴിയില്ലെന്നും ഓരോരുത്തർക്കും ഓരോ നയമാണെന്നും കെ ബാബു പറഞ്ഞു. UDF-ൽ ബാളെടുത്തവരെല്ലാം വെളിച്ചപ്പാടാണെന്നും കെ ബാബു പറയുന്നു. അവരെല്ലാം സർക്കാരിനെ സഹായിക്കുകയാണെന്നാണ് ഞാൻ കരുതുന്നത്. ഉമ്മൻചാണ്ടി സർക്കാരിന്റെ കാലത്തും ആ പിന്തുണ നല്ലവണ്ണം കിട്ടിയിട്ടുണ്ടെന്നും കെ ബാബു പരിഹസിച്ചു. വീര്യം കുറഞ്ഞ മദ്യത്തിന് സംസ്ഥാന ബജറ്റിൽ ഏർപ്പെടുത്തിയ നികുതി സ്ലാബിൽ അതൃപ്തി പരസ്യമാക്കി VM സുധീരൻ രംഗത്തെത്തിയിരുന്നു. നിയമസഭയിൽ പ്രപ്പോസൽ വരുന്നതിന് മുമ്പ് തന്നെ പാർട്ടി തലത്തിലും UDF തലത്തിലും ഇതിനെക്കുറിച്ച് ചർച്ച നടത്തുകയായിരുന്നു അഭികാമ്യമെന്നും ചർച്ച നടത്തി നയത്തിന് രൂപം കൊടുത്തിരുന്നെങ്കിൽ ഈ പ്രശ്നങ്ങൾ ഇല്ലാതാകുമായിരുന്നുവെന്നും അദ്ദേഹം പറഞ്ഞു. വിലങ്ങാട് ബാളൂക്ക് വനമേഖലയിൽ യുവാക്കൾ കുടുങ്ങിയതായി സംശയം. വനംവകുപ്പും നാട്ടുകാരും തിരച്ചിൽ നടത്തുകയാണ്. വനത്തിൽ നിന്ന് വെളിച്ചവും ശബ്ദവും കേൾക്കുന്നതായി നാട്ടുകാർ പറഞ്ഞു. എത്ര പേർ വനത്തിനകത്ത് കുടുങ്ങിയിട്ടുണ്ടെന്ന് വ്യക്തമല്ല. വയനാട് മലനിരകളോട് ചേർന്ന് നിൽക്കുന്ന വനമേഖലയാണിത്. വിവിധ കുടുംബാരോഗ്യ കേന്ദ്രങ്ങൾക്കായി 152 തസ്തികകൾ അനുവദിച്ച് സർക്കാർ. 12 മെഡിക്കൽ ഓഫീസർ, 47 നഴ്സിംഗ് ഓഫീസർ, 60 ഗ്രേഡ് 2 ഫാർമസിസ്റ്റ്, 33 ലാബ് ടെക്നീഷ്യൻ എന്നീ തസ്തികകളിലാണ് നിയമനം നടക്കുക. PSC വഴി നിയമനം ലഭിക്കേണ്ട ഉദ്യോഗാർത്ഥികൾ പരാതി ഉന്നയിച്ചതിനെ തുടർന്നാണ് നടപടി. ആർദ്രം പദ്ധതിയിൽ ഉൾപ്പെടുത്തി കുടുംബാരോഗ്യ കേന്ദ്രങ്ങളായി ഉയർത്തിയ ആരോഗ്യ സ്ഥാപനങ്ങളിൽ നിയമനം മുടങ്ങിക്കിടക്കുകയായിരുന്നു. ആവശ്യത്തിന് ജീവനക്കാരില്ലാത്തത് പ്രതിസന്ധിയായിരുന്നു.